ഹേ എവ്രി വൺ വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അനാമിക. ഇന്ന് നമുക്ക് പേപ്പർ ക്രാഫ്റ്റൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ നെയിൽസ് എങ്ങനെയാണ് ഇങ്ങനെ ആക്കുക എന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരീക്ഷണം കേട്ടോ. എപ്പോഴും ഈ ഒരു ഡെസ്കിനും റൂമിനും ഒക്കെ ഓരോരോ മേക്ക് ഓവർ ചെയ്ത് അല്ലെങ്കിൽ ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ തന്നെ മറന്നു പോകുന്നുണ്ടോ എന്ന് ചെറിയൊരു സംശയം. അപ്പോൾ ഇടയ്ക്കൊക്കെ കുറച്ച് സെൽഫ് കെയർ ടിപ്സും കാര്യങ്ങളും ഒക്കെ ആവാം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഇട്ടിട്ടുള്ള നെയിൽ പോളിഷ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡാസ്ലറിൻ്റെ തന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച നെയിൽ പോളിഷ് റിമൂവറും അല്ലാതെ വൈപ്സ് പോലെ കിട്ടില്ലേ റൗണ്ട് ഷേപ്പിൽ, അതും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. രണ്ടും നല്ലതാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ നെയിൽസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് ആയിട്ടാണ്, ഒരു കംപ്ലീറ്റ് സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതൊന്ന് മാറ്റിയിട്ട് ഒരു റൗണ്ട് ഷേപ്പ് പോലെ ആക്കണം, ഒരു ഓവൽ ഷേപ്പ് പോലെ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല, ജസ്റ്റ് നമ്മൾ നെയിൽസൊക്കെ കട്ട് ചെയ്ത് ഇടയ്ക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ നെയിൽ ഗ്രോത്ത് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഇടയ്ക്ക് നമുക്ക് ഇഷ്ടങ്ങളൊക്കെ മാറും. നമ്മൾ തന്നെ ഡെസ്ക് മേക്ക് ഓവർ ഒരു മാസം ഇത് ചെയ്താൽ തുടർച്ചയായിട്ട് 2-3 മാസം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഈ തീമൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റും. അതേ രീതിയിലാണ് എനിക്ക് എൻ്റെ നെയിൽസിൻ്റെ കാര്യം കേട്ടോ. ഓൾറെഡി റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന എൻ്റെ നെയിൽസ് കണ്ട് മടുത്തപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്ന പോലെ സ്ക്വയർ ആക്കിയത്. പക്ഷേ ഇപ്പോൾ പിന്നെ എൻ്റെ ഇഷ്ടം മാറി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും റൗണ്ട് ഷേപ്പ് തന്നെ ആക്കിയിട്ടാണ്. ഈ കാര്യം വിട്ടുപോയി കേട്ടോ. നമ്മൾ ഫസ്റ്റ് നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഈ പരിപാടികളൊക്കെ ചെയ്യാനേ. ഞാനത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പറയാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ നെയിൽ പോളിഷ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. ഇനിയാണ് നമ്മുടെ നഖത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കലാപരിപാടികളിലേക്ക് നമ്മൾ കടക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ മൊത്തം നമ്മൾ ഇന്ന് പുറത്തെടുക്കും കേട്ടോ. അപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇത് ഞാൻ ഇവിടെ തിരുവല്ലാമല എൻ്റെ വീടിനടുത്ത് ഒരു ഷോപ്പിൽ ഞാനൊരു ഫാൻസി സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഒരെണ്ണത്തിന് 15 റുപ്പീസാണ്. അങ്ങനെ രണ്ടും കൂടിയിട്ട് എനിക്ക് ആകെ മൊത്തം 30 റുപ്പീസേ ആയിട്ടുള്ളൂ. ജസ്റ്റ് ഇതേ രീതിയിൽ ഒരു സ്റ്റിക്കർ ഇങ്ങനെ പറിക്കുക, എന്നിട്ട് നമ്മുടെ നെയിൽസിൽ അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അവിടെ വേറെ ഒത്തിരി ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞ് ഇതേ മേടിച്ചുള്ളൂ. ഇനി ബാക്കി വേറെയും നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നെയിൽ സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ലാതെ നെയിൽ പോളിഷ് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ചെയ്ത് നെയിൽസ് അടിപൊളിയാക്കണമെന്നാണ് നിങ്ങളുടെ റിക്വസ്റ്റിങ്കിൽ കമൻറ്റ് ബിലോ. നമുക്ക് എന്തായാലും അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. മേക്ക് ഓവർ കഴിഞ്ഞതിൻ്റെ പട്ടിഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.